ഹലോ ഗൈസ്, അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ മറ്റൊരു പ്രൊമോ കൂടെ വന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ ഒരു ലൂസിഫർ സ്റ്റൈൽ പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് പ്രൊമോയുടെ കണ്ടന്റ് നമുക്ക് സംസാരിക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ലാലേട്ടൻ ഒരു ലൂസിഫർ ലുക്കിലുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ പ്രൊമോ വിളിച്ചു പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ബിഗ് ബോസിന്റെ തീമാണ്. അതെ, ആ ബിഗ് ബോസിന്റെ തീം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്, ഈ സീസണിലെ തീം എന്ന് പറയുന്നത് പൊളിറ്റിക്സ്, അതായത് നമ്മുടെ ജനാധിപത്യം, ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ്. പൊളിറ്റിക്സ് നമുക്ക് പറയാം, കോമൺലി പറയാം, പക്ഷെ ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ ഒരു തീം തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ ബിഗ് ബോസിന്റെ തീം എന്ന് പറയുന്നത്. അപ്പം അതിനെ ഊന്നി പറയുന്ന ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ ഒരു ലൂസിഫറിന്റെ ഒരു ലുക്ക് ഇല്ല, കാരണം താടിയില്ലല്ലോ. അങ്ങനെ ജീപ്പിലൂടെ വന്നിട്ട് ഒരു പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ലൈബ്രറിയിലേക്ക് പോയിട്ട് അവിടെ പാമ്പിനെയൊക്കെ എഴുതുന്നതായിട്ട് കാണാം. അപ്പൊ ലൈബ്രറിയിലേക്ക് പോയിട്ട് ചാണക്യന്റെ അർത്ഥശാസ്ത്രം ബുക്ക് എടുക്കുകയാണ്. അപ്പൊ ബുക്കിന്റെ കൂടെ പറയുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗ്, എല്ലാ ഡയലോഗും ഞാൻ പറയുന്നില്ല, മെയിൻ ആയിട്ട് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് പ്രജകളുടെ ക്ഷേമമാണ് രാജാവിന്റെ ദൗത്യം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് രാജാവിന്റെ പ്രധാന ദൗത്യം. അപ്പം ഐ ആം ദ കിങ് മേക്കർ എന്നാണ് നമ്മുടെ രാജാവെന്ന് ലാലേട്ടൻ പറയുന്നത്. അപ്പം ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പ്രജകളുടെ ക്ഷേമമാണ് രാജാവിന്റെ പ്രധാന ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുന്നത് ഡെമോക്രസി റിലേറ്റഡ് ആണ്. കാരണം പ്രജകളാണ് രാജാവ് എന്നാണ് അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഡെമോക്രസിയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അത് കാരണമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ പ്രൊമോ അടിച്ച് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ പ്രജകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കോമണേഴ്സിനെ ആയിരിക്കും പ്രജകളാക്കുന്നതും അതുപോലെ തന്നെ രാജാക്കന്മാരാക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസ്, ഇവർ സെലക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒരു ഉറപ്പുമില്ല എങ്ങനെയായിരിക്കും ഈ വർഷത്തെ ബിഗ് ബോസ് ഗെയിം നടക്കുക എന്നുള്ളത്. ഏതായാലും ഇത് പുറത്ത് ആ ഹിന്ദി ബിഗ് ബോസിലേക്ക് അല്പം വിജയിച്ചിട്ടുള്ള ഒരു തീം തന്നെയാണ് ഇത്. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഏകദേശം എനിക്ക് വന്നൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബറോട് കൂടിയായിരിക്കും ഈ വർഷത്തെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു അടുത്ത മാസത്തോടു കൂടി തന്നെ നമ്മുടെ അഗ്നി പരീക്ഷയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ 2 ആഴ്ചയാണ് കഴിഞ്ഞ നമ്മുടെ തെലുങ്കിലെ ആ അഗ്നി പരീക്ഷ നടന്നത്. അപ്പൊ ഈ വർഷം എത്ര ദിവസം കാണും നമുക്കറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ വർഷത്തെ സീസൺ എന്ന്. അപ്പം ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആരാണെന്ന് നമുക്കറിയില്ല. എനിക്ക് അങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നുമില്ല. ആര് വന്നാലും നല്ലോണം ഗെയിം കളിച്ചാൽ മാത്രം മതി. കോമണേഴ്സ് ആയാലും ശരി, സെലിബ്രിറ്റീസ് ആയാലും ശരി, ആര് വന്നാലും നല്ലോണം ഗെയിം മാത്രം കളിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. സോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ കാണുന്നവര് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോയുമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.